Next one, 7235 divided by 6. 7ൽ 6 ഉണ്ടോ? 7 വലിയ നമ്പറാണ്. 7ൽ 6 ചെറുതാണ്. 7ൽ 6 ഉണ്ട്. ഇതിന് മുന്നേ പറഞ്ഞതിൽ ഈ നമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത ഡിജിറ്റും കൂടെ ചേർത്ത് വായിച്ചു. അപ്പം ഇതിൽ ഈ നമ്പറിൽ ഈ നമ്പർ ഉണ്ട്. ഫസ്റ്റ് ഡിജിറ്റിൽ ഈ നമ്പർ ഉണ്ട്. 7ൽ 6 ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഇതുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിലാണ് അടുത്തത് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇല്ലാതാവണമെന്നില്ല. നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ 7ൽ 6 ഉണ്ട്. 7 വലിയ നമ്പർ, 6 ചെറിയ നമ്പർ. അപ്പോൾ 7ൽ 6 ഉണ്ട്. എത്ര ടൈംസാണ് 7ൽ 6? 1 6 6 2 6 12 ആണ്. നമുക്ക് 7 ആണ് വേണ്ടത്. 7 വേണ്ടത്. 6 12. അപ്പോൾ ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് 6 എടുക്കാം, ബാക്കി ബാലൻസ് ചെയ്യാം. അപ്പോൾ 1 6 6. 7ൽ 6 ഉണ്ട്. ഇവിടെ 7 കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കൂടുതൽ 12 എത്തിയപ്പോഴാണ് കൂടുതലായിട്ട് ഫസ്റ്റ് ഏറ്റവും ആദ്യം കൂടുതൽ വന്നത് ഇവിടെ എത്തിയപ്പോഴാണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എവിടെയെങ്കിലും ഒരിക്കൽ കൂടുതൽ വന്നിട്ട് കാര്യമില്ല. ആദ്യമായിട്ട് കൂടുതൽ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുന്നിലത്തെ ലൈൻ എടുക്കണം. മുന്നിലത്തെ ലൈൻ എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ മൈനസ് ചെയ്തിട്ട് ഇവിടെ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ 1 6 6 1 6 6. അടുത്തത് മൈനസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ കാണണം. അപ്പോൾ 7ൽ ഒരു 6 ആണുള്ളത്. ബാക്കി ബാലൻസ് ആണ് വരിക. ബാക്കി ബാലൻസ് കാണാൻ മൈനസ് ചെയ്യുന്നു. 7ന് 6 മൈനസ് ചെയ്താൽ 1. അപ്പോൾ 7ൽ 6 ഒരെണ്ണം, പിന്നെ ഒരെണ്ണം 1 6, പിന്നെ ഒരെണ്ണം ബാക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അടുത്ത ഡിജിറ്റ് ഇറക്കിയിടണം. 2. ഇതിലത് ഒരുമിച്ച് വായിക്കണം. അപ്പോൾ ഇത് 12 ആയി. 12ൽ 6 ഉണ്ടോ എന്ന് നോക്കണം. 12ൽ 6 ഉണ്ടോ? 12ൽ 6. 12 വലിയ നമ്പറാണ്. അതിൽ 6 ഉണ്ട്. നോക്കുക, ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 12 2 6 12 2 6 12. അടുത്ത സ്റ്റെപ്പ് മൈനസ് ആണ്. വല്ലതും ബാക്കി ഉണ്ടോ എന്ന് നോക്കാം. മൈനസ് ചെയ്യാണ്. ബാക്കി ഉണ്ടാവാൻ വഴിയില്ല. കറക്റ്റ് 12 തന്നെ കിട്ടിയില്ലേ? അപ്പോൾ 2ൽ നിന്ന് 2 0, 1ൽ നിന്ന് 1 0. ഇനി നമ്മൾ നോക്കുക. അപ്പോൾ 7ൻ്റെ കഴിഞ്ഞു, 2ൻ്റെ കഴിഞ്ഞു. അടുത്ത ഡിജിറ്റ് 3 ആണ്. അപ്പോൾ ആ 3 നമ്മളിവിടെ താഴേക്ക് ഇടുന്നു. ഇനി നോക്കുക, ഒരു ഡിജിറ്റ് ഏറ്റവും മേലെന്ന് മൈനസ് ചെയ്തിട്ടിട്ടതല്ല ഈ 3. മൈനസ് ചെയ്തിട്ട് എഴുതിയ നമ്പർ അല്ല ഈ 3. ഈ 3 നമ്മൾ മേലെയുള്ള ഈ ഡിവിഡൻറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് താഴേക്ക് ഇറക്കിയിട്ടുള്ളതാണ്. ഇനി ഈ 3ൽ ഇതുണ്ടോ എന്ന് നോക്കണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് വായിക്കണം. പക്ഷെ ഇവിടെയൊക്കെ 0 ആണ്. അപ്പോൾ ഈ 0ക്കൊന്നും വലിയ വിലയില്ല. അപ്പോൾ ഇവിടെ 3 നമ്മൾ മേലെ നിന്ന് ഇറക്കിയിട്ട ഈ 3 മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ 3ൽ 6 ഉണ്ടോ എന്ന് നോക്കണം. 3 നമ്മളെപ്പോഴും ഇതിൽ ഈ നമ്പർ ഉണ്ടെങ്കിലല്ലേ അത് എത്ര ടൈംസാന്ന് നോക്കേണ്ടത്. 3ൽ 6 ഉണ്ടോ? 3 ചെറിയ നമ്പറാണ്. 6 വലിയ നമ്പറാണ്. അപ്പോൾ 3ൽ 6 ഇല്ല. 3 അതിൽ 6 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് ഇങ്ങോട്ട് ഇറക്കിയിടണം. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതായത് മേലെന്നൊരു നമ്പർ താഴേക്ക് ഇറക്കിയിട്ടിട്ട് ആ നമ്പറിൽ ഈ ഡിവൈസർ ഇല്ലെങ്കിൽ നമ്മൾ കോഷ്യൻറ്റിൽ 0 ഇട്ടതിന് ശേഷം മാത്രമേ അടുത്ത ഡിജിറ്റ് താഴേക്ക് ഇറക്കിടാനായിട്ട് പാടുള്ളൂ. ഒന്നുകൂടെ പറയാം. ഇതൊക്കെ മൈനസ് ചെയ്തതിൻ്റെ ബാക്കികളാണ്. 0 0. അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടൊരു ഡിജിറ്റ് താഴേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഒരു ഫ്രഷ് ഡിജിറ്റ് താഴേക്ക് ഇറക്കിയിട്ടിട്ട് അതിൽ ഈ ഡിവൈസർ ഇല്ലെങ്കിൽ കോഷ്യൻറ്റിൽ 0 ചേർത്തിട്ട് വേണം അടുത്ത ഡിജിറ്റ് ഇതിൻ്റെ കൂടെ ഇറക്കിയിടാനായിട്ട്. അപ്പോൾ അടുത്ത ഡിജിറ്റ് ഇറക്കിയിടുമ്പോൾ ഇത് 35 ആയി. ഇനി 35ൽ 0 ഉണ്ടോ എന്ന് നോക്കുക. അല്ല 6 ഉണ്ടോ എന്ന് നോക്കുക. 35 ഇത് വലിയ നമ്പറാണ്. ഇത് 6 ആണ്. ഈ വലിയ നമ്പറിൽ ഈ ചെറിയ നമ്പർ ഉണ്ട്. 35ൽ 6 ഉണ്ട്. നേരത്തെ 3 മാത്രമായിരുന്നു. 3ൽ 6 ഉണ്ടായിരുന്നില്ല. അത് മേലെ നിന്ന് ഇറക്കിയിട്ട് നമ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 0 എഴുതിയിട്ട് അടുത്ത ഡിജിറ്റ് ഇറക്കിയിട്ടു. ഇത് 35ൽ 6 ഉണ്ട്. എത്ര ടൈംസ് ഉണ്ട് 35ൽ 6 നോക്കുക. ഇതാ ഇവിടെ 36 35 ഇവിടെ 36 ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കൂടുതൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെടുക്കണം നമുക്ക്. എന്നിട്ട് ബാക്കി നമ്മൾ ബാലൻസ് വയ്ക്കുകയാണ് ചെയ്യാറ്. സോ 5 6 35 6 30.
മൈനസ് ചെയ്യുന്നു ബാക്കി ബാലൻസ് കാണാനായിട്ട്. 5 ൽ നിന്ന് 0 ഒന്നും കളയണ്ട. അപ്പോൾ 5. 3 ൽ നിന്ന് 0 0. ഇനി വേറെ ഒറ്റ ഡിജിറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ അവസാനിച്ചു. അപ്പോൾ കോഷ്യൻറ്റ് 1205. റിമൈൻഡർ ബാലൻസ് ബാക്കി, അതായത് 5. റിമൈൻഡർ 5 ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേലത്തൊരു നമ്പർ താഴേക്ക് ഇറക്കിയിട്ടിട്ട് ആ നമ്പറിൽ ഇത് പോകുന്നില്ലെങ്കിൽ അടുത്ത ഡിജിറ്റും കൂടെ ഇറക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അതിന് മുന്നേ ഈ ആൻസറിൽ കോഷ്യൻറ്റിൽ 0 ചേർത്തിട്ട് വേണം അടുത്ത ഡിജിറ്റ് നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിടാനായിട്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ.